ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഹൈപ്പർ പിഗ്മെന്റേഷനെ പറ്റിയിട്ടാണ്. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ പറ്റി ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോ ഇട്ടെടുക്കാം. ബോഡിയിലുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ അത് വരാനായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ നീ അതിൽ എൽബോസ് നീസും എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ അതൊന്നും നമുക്ക് ഹെറിഡിറ്റി ആയിട്ട് വരും. രണ്ട്, നമ്മൾ സ്കിൻ ഓഫ് കളറിലുള്ള ആൾക്കാരായിട്ട് നമുക്കൊരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. മൂന്ന്, ഫ്രിക്ഷൻ കാരണം, അതായത് നമ്മൾ ടൈറ്റ് ക്ലോത്ത്സ് ഇടുന്നത് കാരണം, അതല്ലെങ്കിൽ നമ്മുടെ ജോലി കാരണം, നമ്മൾ ഒരുപാട് മുട്ടുകുത്തി നിന്നിട്ട് ഉള്ള ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കാരണം, അതല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ മുട്ടുകുത്തിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കാരണം, അല്ലെങ്കിൽ നമ്മൾ കയ്യിലെ മുട്ടിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ കൈമുട്ട് ഒരുപാട് നേരം താങ്ങി നിർത്തുകയാണെങ്കിൽ കൈയൊക്കെ കുത്തി നിൽക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാരണം, അതായത് ഫ്രിക്ഷൻ ഇൻ ജനറൽ പറഞ്ഞാൽ ഫ്രിക്ഷൻ കാരണം. പിന്നെ നമ്മൾ അല്ലാത്ത ഹൈപ്പർ പിഗ്മെന്റേഷൻ നമ്മുടെ മുതുകത്തൊക്കെ നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും ബാക്ക് ആക്നെ വന്നിട്ടുണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ, അങ്ങനെയൊക്കെയുള്ള റീസൺസ് കാരണം നമുക്ക് ബോഡിയിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. അതല്ലെങ്കിൽ ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് ഒബിസിറ്റി, ഫാറ്റിന്റെ കണ്ടന്റ് കൂടുതലായിട്ടുള്ളതുകൊണ്ട്, അതല്ലെങ്കിൽ ഡയബറ്റിക് മെൽറ്റസ് കാരണം, അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് കാരണം വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ലൈക്കൺ പ്ലാന്റ്സ്, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അലർജിക് റിയാക്ഷൻ കാരണം ചൊറിച്ചിൽ വരും, അത് കാരണം നമുക്കൊരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പിന്നെ സൺ ടാൻ, ഡെഫിനറ്റ്ലി സൺ ഡാമേജ് കാരണം നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാം. അങ്ങനെ ഒരുപാട് റീസൺസ് കാരണം നമ്മുടെ ശരീരത്തിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻസ് വരാം. ഫേസിനായിട്ട് ഫുൾ ബോഡിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ പ്രൈവറ്റ് ഏരിയയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഫ്രിക്ഷൻ കാരണം, അത് നമ്മുടെ തൊടയിടുക്കിലൊക്കെ നമ്മൾ അല്ലാതെ നടക്കുമ്പോൾ ഫ്രിക്ഷൻ കാരണം നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ എങ്ങനെ മാറ്റാം, ഏതൊക്കെ ഇൻഗ്രീഡിയന്റ് ആണ് നല്ലത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഇതിനകത്ത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ബാക്ക് ആക്നെ അല്ലെങ്കിൽ ബട്ട് ആക്നെ അങ്ങനത്തേക്കുള്ള കാര്യങ്ങളെ പറ്റി നോക്കാം. നമ്മൾ ബേക്കിൽ മുതുകത്ത് ഒരുപാട് ആക്നേസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊന്നും നമ്മൾ പ്രോപ്പറായിട്ട് കുളിക്കാത്തത് കൊണ്ട്, അതായത് നമ്മുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനകത്ത് ഓൾറെഡി സ്വെറ്റ് നിന്നിട്ട് പിന്നെ നമ്മുടെ അത് നമ്മുടെ മുതുകത്ത് പോസിൽ പോയി അടഞ്ഞിരുന്നിട്ട് ഡെഡ് സ്കിന്നും അഴുക്കും വിയർപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് നമുക്ക് കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ട്, ഓൾറെഡി നമുക്ക് ആക്നെ പ്രോൺ സ്കിന്നൊക്കെയാണ്, ബോഡിയിലൊക്കെ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതേ കാരണമാണ് നമുക്ക് കൂടുതൽ ബേസിക്കലി പറഞ്ഞാൽ നമ്മുടെ പോസ് ക്ലോഗ് ആവുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ബേക്ക് ആക്നെ വരുന്നത്. ബട്ട് ആക്നെയും സെയിം ഇഷ്യൂസ് കാരണം വരാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല നല്ല പെയിൻഫുൾ ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡാർക്ക്നെസ് മാറ്റുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്സ് മാറ്റുന്നതിന് മുന്നേ നമ്മൾ മാറ്റേണ്ടത് ആക്നെയാണ്. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് BHA ബോഡി വാഷസ് ആണ്. അതായത് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷസ്. അത് ഒരുപാട് ബ്രാൻഡുകളിലുണ്ട്. അത് BHA ബോഡി വാഷ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. കാരണം നല്ലൊരു എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് പുറത്തുള്ള ഹൈപ്പർ പിഗ്മെന്റേഷനും അതുപോലെ നമ്മുടെ ആ ബോഡിക്കകത്ത് വരുന്ന ആക്നെക്ക് റീസൺ ആയിട്ടുള്ള കാര്യങ്ങൾ കഴുകി കളയാനും BHA ബോഡി വാഷൊക്കെ പറ്റും. അതല്ല നിങ്ങൾക്ക് ഒരു സോപ്പ് ബേസ്ഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബെൻസോൾ പെറോക്സൈഡിന്റെ സോപ്പുകൾ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ ഫാർമസിയിൽ കിട്ടും, ഓൺലൈനിലൊക്കെ കിട്ടും. അത് ഏതെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ തേച്ച് കുളിച്ചാൽ കഴുകി കുളിച്ചാലും മതി, കഴുകി കളഞ്ഞാലും മതി മുതുക്. കുറച്ച് പക്ഷേ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബോഡി വാഷ് അപ്ലൈ ചെയ്തിട്ട്, പ്രത്യേകിച്ച് ആക്ടീവ്സുള്ള AHA BHA ബെൻസോൾ പെറോക്സൈഡ് പോലെയുള്ള ആക്ടീവ്സുള്ള ബോഡി വാഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബോഡിയിൽ തേച്ചിട്ട് 5-10 മിനിറ്റ്, 5 മിനിറ്റ്സ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി വാഷ് നമ്മുടെ ബോഡിയിൽ നിന്ന് ആക്ട് ചെയ്യാനുള്ള ടൈം കിട്ടും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് ബാക്ക് ആക്നെ പോകും. അത് മാത്രമല്ല, അല്ലാണ്ട് നിങ്ങൾ ഈ സ്ക്രബുകളില്ലേ, എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബുകൾ, അത് ഇപ്പം ഒരുപാട് ബാക്ക് ആക്നെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാത്തത് വളരെ നന്നായിട്ടിരിക്കും. പിന്നെ നിങ്ങൾ അടുത്ത ക്രീമുകളിലോട്ട്, അതായത് നമുക്ക് ഓൾറെഡി ഇത് മാറ്റിയല്ലോ, എക്സ്ഫോളിയേഷൻ കഴിഞ്ഞ് നമ്മുടെ ആ ഡാർക്ക് സ്പോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് കോജിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി ലോഷൻസ് അവൈലബിൾ ആണ്. അത് നമുക്ക് ഡെർമക്കോയിലൊക്കെ കോജിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി ലോഷൻസ് അവൈലബിൾ ആണ്. അത് ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ ബാക്ക് ആക്നെ മാറ്റാൻ ഏറ്റവും നല്ലത്, ബാക്ക് ആക്നെയും ബട്ട് ആക്നെയൊക്കെ മാറ്റാൻ ഏറ്റവും നല്ലത് അതാണ്. ഇത് നമ്മൾ അല്ലാണ്ട് ഒരു ടാനിങ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസർ ആയാലും ബോഡി വാഷസ് ആയാലും എപ്പോഴും AHAs ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം നമുക്ക് നമ്മുടെ സ്കിന്നിന്റെ മുകളിലുള്ള ടാനിങ് റിമൂവ് ചെയ്യാനാണ് നമ്മൾ നോക്കണം. അപ്പൊ നമ്മൾ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുകയും വേണം. അതിന്റെ കൂടെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ SPF ഉള്ള ബോഡി മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുകയും വേണം. അപ്പൊ നൈറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാക്ടിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി ലോഷൻസ് യൂസ് ചെയ്യാം. അതിന്റെ കൂടെ ഒരു AHA BHA ബോഡി വാഷസും യൂസ് ചെയ്യാം. മോർണിംഗിൽ മസ്റ്റ് ആയിട്ടും ഒരു SPF ഉള്ള ബോഡി മോയ്സ്ചറൈസറും യൂസ് ചെയ്യാം. കാരണം SPF യൂസ് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം ചില ആൾക്കാർക്ക്, മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്ക് ഫേസ് ഒരു കളറായിരിക്കും, കൈ വേറൊരു കളറായിരിക്കും. അത് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറയുന്നത് ബോഡി മോയ്സ്ചറൈസർ സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട്.
എനിക്കറിയാം നമ്മൾ ഫേസ് സൺസ്ക്രീൻ തന്നെ കഷ്ടപ്പെട്ടാണോ എന്ന് ആൾക്കാരെ കൊണ്ട് യൂസ് ചെയ്യിപ്പിച്ച് തുടങ്ങിയത്. അപ്പൊ അതിൻ്റെ ഇടയിൽ ബോഡി SPF കൂടി യൂസ് ചെയ്യാൻ പറഞ്ഞാൽ യൂസ് ചെയ്യണം എന്നില്ല എല്ലാവരും. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോഡി SPF യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ടാനിങ് ആണുള്ളെങ്കിൽ നിങ്ങൾക്ക് ലാക്ടിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി മോയ്സ്ചറൈസർ, പിന്നെ പറ്റുമെങ്കിൽ HA ബോഡി വാഷസ് ഏതെങ്കിലും യൂസ് ചെയ്യുക നൈറ്റിൽ. മോർണിംഗിൽ മസ്റ്റ് ആയിട്ടും SPF ഉള്ള ഒരു ബോഡി മോയ്സ്ചറൈസർ, പ്രത്യേകിച്ച് എക്സ്പോസ്ഡ് ഏരിയാസിൽ മസ്റ്റ് ആയിട്ട് SPF യൂസ് ചെയ്യാനും ശ്രദ്ധിക്കാം. അപ്പൊ നമ്മുടെ ബോഡി ആക്നെയും കഴിഞ്ഞു, പിന്നെ ടാനിങ് കഴിഞ്ഞു. ഇനി മേജർ ആയിട്ടുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻസിലോട്ട് നമുക്ക് പോകാം. ഇനി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മറ്റൊരു ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രിക്ഷൻ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് കാരണം, അല്ലെങ്കിൽ നമ്മളെ ഡയബറ്റിക്സ്, ബോഡി ചേഞ്ച്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ റീസൺ കാരണം ഉണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ എങ്ങനെ മാറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് നമ്മളൊരു കാര്യം മനസ്സിലാക്കാം, ഇതെല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. ഈ റീസൺസ് നമ്മൾ മാറ്റാതെ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി മാറാൻ പോകുന്നില്ല. ഇപ്പൊ നേരത്തെ ചോദിച്ച ടാനിങ്ങും എന്താ പറയുന്ന പിമ്പിൾസിനും ഒക്കെ റീസൺസ് ഇല്ലേ, ഉണ്ട്. പക്ഷെ അതുപോലെ അല്ല ഇത്. അത് നമ്മൾ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. റീസൺസ് നമുക്ക് കണ്ടുപിടിച്ചില്ല, നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പോകും. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ നമ്മൾ ക്രീമുകൾ യൂസ് ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കുകയും കൂടെ വേണം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പൊ നമ്മൾ കൈകുത്തി നിന്നിട്ടാണ് നമുക്ക് ആ ഫ്രിക്ഷൻ കാരണം ഡാർക്ക്നെസ് വരുന്നതെന്ന് വെച്ചു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി ഒരു എന്താ പറയുക ഒരു ബോഡി ക്രീമും, അല്ലെങ്കിൽ നമ്മൾ എക്സ്ഫോളിയേഷന് വേണ്ടി ലാക്ടിക് ആസിഡ്, അതല്ലെങ്കിൽ നമ്മൾ കോജിക് ആസിഡ്സ് ബോഡി ക്രീമും ഒക്കെ യൂസ് ചെയ്തു. പക്ഷേ അത് മാത്രമേ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാറും ഇല്ല. കാരണം നമ്മൾ ഓൾറെഡി വീണ്ടും ആ ഒരു റീസൺസ് കൊടുത്തോണ്ടിരിക്കില്ല. അപ്പൊ നമ്മൾ ഈ ക്രീംസ് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറാനായിട്ട് പോകുന്നില്ല. ഫസ്റ്റ് നമ്മൾ റീസൺസ് കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിപ്പോ ഞാൻ ഫസ്റ്റ് നമ്മൾ എൽബോയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാല് കുത്തി നിൽക്കുന്നത് കൊണ്ടാണോ, ടൈറ്റ് ക്ലോത്ത്സ് ഇടുന്നതുകൊണ്ടാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതല്ല ഹെറിഡിറ്ററി ആയിട്ടുള്ളത് നമ്മുടെ സ്കിൻ ഓഫ് കളർ, നമുക്ക് പണ്ട് മുതലേ നമുക്ക് ഡാർക്ക്നെസ് ജനിച്ചൊരു ഏജ് കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ആ ഡാർക്ക്നെസ് നമുക്ക് ഉണ്ടെങ്കിൽ അതിന് നമുക്കൊന്ന് ലൈറ്റ് ആക്കി എടുക്കാന്നുള്ളതല്ലാണ്ട് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമുക്ക് നല്ല ചേഞ്ച് വരുത്താൻ പറ്റും. കറക്റ്റ് ആയിട്ട് എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷസും ക്രീംസും ഒക്കെ, ബോഡി മോയ്സ്ചറൈസറും ഒക്കെ യൂസ് നമുക്ക് ഡെഫിനറ്റ്ലി അതിന്റെ അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നല്ല ചേഞ്ച് നമുക്ക് വരുത്താൻ പറ്റും. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾ ആ റീസൺ കൂടെ നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾക്ക് മുട്ടുകുത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ഫ്രിക്ഷൻ വരാത്ത രീതിയിൽ മുട്ടുകുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവാൻ പോണില്ല. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൽബോ ഒക്കെ വരുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഏതൊക്കെ ക്രീംസ് നമുക്ക് യൂസ് ചെയ്യും, നിങ്ങൾ ഗ്ലൈക്കോസിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ മൊത്തം ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ക്രീം യൂസ് ചെയ്തില്ലേ, അതിന്റെ ഗ്ലൈക്കോ 12ഉം ഗ്ലൈക്കോ6ഉം ഏതെങ്കിലും യൂസ് ചെയ്യും. ഫസ്റ്റ് നിങ്ങൾ ഗ്ലൈക്കോ6 നിങ്ങൾക്ക് ബോഡിയിലാകുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. നമ്മുടെ ഫേസ് സ്കിന്നേക്കാൾ കുറച്ചുകൂടെ തിക്കാണ് നമ്മുടെ ബോഡി സ്കിൻ. സോ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അത് ഡെയിലി നൈറ്റിൽ ഇടുക. പിറ്റേന്ന് മോർണിംഗ് നിങ്ങൾ കൈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. കാലിൽ നമ്മൾ ബോഡി കവർ ചെയ്തിട്ടാണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് അങ്ങനെ ഈ ഒരു മുട്ടുകുത്തി കൊണ്ടുള്ള അല്ലെങ്കിൽ മുട്ടുകുത്തിക്കൊണ്ടുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ ഏറ്റവും നല്ലത് ഗ്ലൈക്കോ6ഉം സൺസ്ക്രീനുമാണ്. അതിന്റെ കൂടെ ബോഡി മോയ്സ്ചറൈസേഴ്സിലെ സാധാരണ മിനിമലിസ്റ്റ് ഗ്ലിസറിൻ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഷിയ ബട്ടർ ഒക്കെ ഉള്ള ബോഡി മോയ്സ്ചറൈസേഴ്സ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും മതി. കാരണം പക്ഷെ മസ്റ്റ് ആയിട്ട് ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. കാരണം നമ്മൾ ഓൾറെഡി സ്കിൻ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നന്നായിട്ട് ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. നെക്സ്റ്റ് SPF ഉള്ള ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകും നമ്മളെ കഴുത്തിന്റെ ബേക്കിലുള്ള ആ ഒരു ഡാർക്ക്നെസ്, നമ്മുടെ തൊടയിടുക്കുകളിലുള്ള ഹൈപ്പർ പിഗ്മെന്റ്, ഡാർക്ക്നെസ്, ഇതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നമ്മുടെ കഴുത്തിന്റെ ബേക്കിൽ അല്ലെങ്കിൽ നമ്മുടെ തൊടയിടുക്കുകളിൽ ഒക്കെ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ അണ്ടർആർമിന്റെ ഏരിയാസിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഹൈപ്പർ പിഗ്മെന്റേഷന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ചിലപ്പം നമുക്ക് ഒബിസിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും. അതായത് എക്സസീവ് ആയിട്ട് ബോഡി വെയിറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സസൈസും കൂടെ ചെയ്യാണ്ട് ഇതൊരിക്കലും മാറാനായിട്ട് പോകുന്നില്ല. രണ്ടാമത് നിങ്ങൾക്ക് ഡയബറ്റിക് മെൽറ്റസ് ഉള്ളതുകൊണ്ട്, അതായത് ഡയബറ്റിക്സ് ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു വെൽവെറ്റി അപ്പിയറൻസ് വരുന്ന ഈ ഭാഗത്ത്. അതിൽ അങ്ങനെയുള്ള സ്കിന്നുകൾ നമ്മൾ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് പറയുന്നത്. അതായത് ഡയബറ്റിക് കാരണം ഉണ്ടാവുന്ന ആ ഒരു സ്കിൻ ഡാർക്ക്നെസ് നമ്മൾ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് പറയുന്നത്. അതാണില്ലെങ്കിൽ നിങ്ങൾ ഡയബറ്റിക്സ് ട്രീറ്റ്മെന്റ് എടുക്കാതെ നമുക്ക് ഒരിക്കലും ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാൻ പറ്റത്തില്ല. ഈ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഡയബറ്റിക്കിനുള്ള ട്രീറ്റ്മെന്റ്, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒബിസിറ്റിയുടെ ഒക്കെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ കൂടെ ഗ്ലൈക്കോസിക്സ് ക്രീമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലൈക്കോളിക് ആസിഡ് ക്രീംസോ സിറംസോ അതിന്റെ കൂടെ നല്ല SPF ഉള്ള ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ അണ്ടർ ആമിലോട്ട് പോകുമ്പോൾ നമുക്ക് അണ്ടർ ആമിൽ മെയിൻ ആയിട്ടും ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നത് ഫ്രിക്ഷൻ കാരണമായിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ റൂട്ടിൽ, ഇപ്പൊ എന്റെയൊക്കെ കേസിൽ എനിക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇല്ല അണ്ടർ ആമിൽ, പക്ഷേ എന്റെ റൂട്ട് നല്ല വിസിബിൾ ആണ്. എനിക്ക് നല്ല തിക്കായിട്ടുള്ള റൂട്ടാണ്, എനിക്ക് റൂട്ട് നല്ല വിസിബിൾ ആണ്. അപ്പൊ നമുക്ക് തോന്നും ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ല, റൂട്ട് കാണുന്നതുകൊണ്ടാണ്, നമ്മുടെ ഹെയറിന്റെ റൂട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഡാർക്ക്നെസ് ആയിട്ട് തോന്നുന്നത്.
അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ HA BHA ബോഡി റോൾ ഓൺസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്ഫോളിയേഷൻ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ബോഡി വാഷസ് അത് അവിടെ അപ്ലൈ ചെയ്ത് വെച്ചാലും മതി. അതല്ല നിങ്ങൾ ഗ്ലൈക്കോസിക്സിന്റെ ക്രീമോ അല്ലെങ്കിൽ ടോണോസോ ആണ് യൂസ് ചെയ്യുന്നത്, ടോണോസ് യൂസ് ചെയ്താൽ ഫൈൻ. ക്രീം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഗ്ലൈക്കോസിക്സ് ക്രീം ഇട്ടതിന് ശേഷം ഒരു 1 to 2 hours കഴിഞ്ഞിട്ട് അത് കഴുകിക്കളയാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്കറിയാം നമ്മുടെ അണ്ടർആമിന്റെ അവിടെ ഒരു ഇടുക്കുണ്ടല്ലോ, ആംബിറ്റിന്റെ അവിടെ ഒരു ഇടുക്ക്, അവിടെ ചിലപ്പോൾ ഈ മോയിസ്ചറൈസേഴ്സ് കൂടിയിരിക്കും. കാരണം നമുക്ക് ഇറിറ്റേഷൻസ് വരും. കാരണം ഒരു സ്ഥലത്തോട്ട് കൂടുതലായിട്ട് ക്രീം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാരണം നമുക്കൊരു ഇറിറ്റേഷൻ, ഇച്ചിനെസ്സും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് വരാതിരിക്കാനാണ് ഞാൻ 3 hours കഴിയുമ്പോഴത്തേക്ക് കളയാൻ, അതായത് വർക്കിംഗ് പീരീഡ് കൊടുത്തിട്ട് കളയാനായിട്ട് പറയുന്നത്. പിന്നെ മാക്സിമം ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നെക്കിന്റെ അവിടെ ഡാർക്ക്നെസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കോളർ കാരണം, അതല്ലെങ്കിൽ നിങ്ങൾ ചെയിൻ, കഴുത്തിൽ നിന്ന് വലിയ ചെയിനുകളില്ലേ, അതൊക്കെ കാരണമായിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾ രാത്രി കിടക്കുമ്പോഴത്തേക്ക് ചെയിൻസ് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കോളർ കാരണമാണെങ്കിൽ അത് കുറച്ച് ലൂസ് ആയിട്ടുള്ള കോളേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം എന്നും കോളർ ഉള്ള ഡ്രസ്സ് ഇടേണ്ട ആൾക്കാരല്ലെങ്കിൽ മാക്സിമം അല്ലാത്ത ഡ്രസ്സ് ഇടാൻ ശ്രദ്ധിക്കുക. അതിന്റെ കൂടെ നമ്മുടെ കഴുത്ത് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് അവിടെ സൺസ്ക്രീൻ, ഫേസ് സൺസ്ക്രീൻ തന്നെ അവിടെ അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് അഴുക്കല്ല. അപ്പൊ നിങ്ങൾ കുറെ മിക്സ്റ്റോണോ അതല്ലെങ്കിൽ ചകിരിയോ ഇഞ്ചിയോ ഒന്നും കൊണ്ട് ഉരച്ചെന്ന് പറഞ്ഞാൽ അത് പോകാനായിട്ട് പോകില്ല. കാരണം ഇത് അഴുക്കല്ല, നമ്മുടെ സ്കിന്നിന്റെ കളർ മാറിയേക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ കുറെ ഇൻസ്റ്റന്റ് റെമഡീസ് ഇല്ലേ, അതിനകത്തോട്ടൊന്നും പോകരുത്. സോഡാപ്പൊടി, ലെമൺ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ടൂത്ത് പേസ്റ്റിലൊക്കെ നിന്ന് മാറി നിൽക്കുക. കാരണം ഇത് അഴുക്കല്ല, ഇത് നമ്മുടെ സ്കിന്നിന്റെ കളറാണ്. അത് ഒരച്ച് കഴിഞ്ഞാൽ പോവത്തില്ല, സ്കിൻ ഇറിറ്റേഷൻ വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മുടെ കഴുത്തിന്റെ പേക്കിൽ ചിലപ്പോൾ ഇറിറ്റേഷൻസ് കാരണം, പ്രത്യേകിച്ച് സൺ ഡാമേജിന്റെ ഒക്കെ ഇറിറ്റേഷൻസ് കാരണം ലൈക്കൻ പ്ലാന്റ്സ് വരും, അതായത് ഒരു ചൊറിച്ചിലൊക്കെ വരും. ഇത് കാരണമാണ് നിങ്ങൾക്ക് ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാനായിട്ട് പാടാണ്. കാരണം നമുക്ക് ലൈക്കൻ പ്ലാന്റ്സ് ആണ്, നമുക്ക് റീസൺസ് അറിയാൻ പറ്റത്തില്ല. ഇത് കൂടുതലും മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള വിമൻസിനൊക്കെയാണ് കാണപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അവർക്ക് ആന്റി ഹിസ്റ്റമിൻ, അതായത് അലർജിക് മെഡിക്കേഷൻസ് എടുക്കുന്നതും അല്ലെങ്കിൽ ഹോർമോൺ ട്രീറ്റ്മെന്റോ സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റോ കാരണം നമുക്കത് കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും നമ്മുടെ ഈ കഴുത്തിന്റെ ബേക്കിലുള്ള കറുപ്പ്, അല്ലെങ്കിൽ നമ്മുടെ മുട്ടിന്റെ അടിയിലുള്ള കറുപ്പ് ഒന്നും അഴുക്കല്ല, നമ്മുടെ സ്കിന്നിന്റെ കളറാണ്. അതുപോലെയാണ് നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിൽ. ഞാൻ ഇത് എടുത്ത് പറയാൻ കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരുപാട് പേരും എനിക്ക് കമന്റ് ബോക്സിലും DMസിലും ഒക്കെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ചേച്ചി എന്റെ പ്രൈവറ്റ് ഏരിയ ഡാർക്കാണ്, ഞാൻ ഈ ഗ്ലൈക്കോസിക്സ് ക്രീം അവിടെ യൂസ് ചെയ്തോട്ടെ? യൂസ് ചെയ്യരുത്. അവിടെ ഒരു സാധനം യൂസ് ചെയ്യാൻ പോകരുത്. നമ്മൾ ഈവൻ നമ്മുടെ ഇന്റിമേറ്റ് വാഷസിന്റെ ആവശ്യം പോലും ഇല്ല. കാരണം നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിൽ പർട്ടിക്കുലർ pH ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗേൾസിനാണെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു pH ബാലൻസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്, കൂടുതൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ. ആണുങ്ങൾക്കാണെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് കുറയണം, എന്നാലും നമ്മുടെ സ്പേം കറക്റ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അപ്പൊ അവിടെ ഡാർക്ക്നെസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ നമ്മൾ ഈ സ്കിൻ ഫെയർനെസ് ക്രീംസ് അങ്ങനത്തെ ഒരു സാധനങ്ങൾ തേക്കരുത്. കാരണം അവിടുത്തെ സ്കിൻ ഭയങ്കര നമ്മുടെ ഫേസ് സ്കിന്നിനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. അവിടെ ഇറിറ്റേഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് പോകും. അപ്പൊ അങ്ങനെയുള്ള പ്ലേസുകളിൽ പ്രൈവറ്റ് ഏരിയാസിൽ ഇങ്ങനത്തെ സ്കിൻ വൈറ്റനിങ് ക്രീംസ്, പ്രൈവറ്റ് ഏരിയ ബ്രൈറ്റനിങ് ക്രീംസ്, ഫെയർനെസ് ക്രീംസ്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയ ഫെയർനെസ് ക്രീംസ്, ഇങ്ങനത്തെ പറയുന്ന സാധനങ്ങൾ ഉപയോഗിക്കാനേ പോകരുത്. അവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അതൊക്കെ കുറെ മിത്തുകളാണ്, അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമേ ഇല്ല. ഇത് ഞാൻ എടുത്ത് പറയാന്ന് വെച്ചാൽ, ഞാൻ DM-ൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഈ ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ വരും. ഈവൻ ദോ ഞാനിപ്പോ ഈ വീഡിയോയിൽ ഇത് പറയുന്നുണ്ടെങ്കിലും എനിക്കറിയാം വീണ്ടും ഈ ക്വസ്റ്റ്യൻസ് വരും. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ബോഡി ഒരു സെർട്ടൻ വേയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്തുള്ള കളർ ചേഞ്ചസ് അത് ചിലപ്പോൾ ആവശ്യമുള്ള കളർ ചേഞ്ചസ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും നമ്മുടെ ഹെറിഡിറ്ററി കാരണം ഉണ്ടാവുക. അത് മാറ്റാനായിട്ട് നമുക്ക് പറ്റില്ല. അത് അങ്ങനെ തന്നെ വെച്ചേക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രൈവറ്റ് ഏരിയയുടെ കാര്യത്തിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണലിന്റെ കൺസൾട്ടേഷനിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഒരു സെറംസോ ക്രീമോ ഇവന്റെ മോയിസ്ചറൈസർ പോലും അങ്ങോട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഒരു സത്യമായ കാര്യം. ഇനി അടുത്തതെന്ന് വെച്ചാൽ, ഇത് ഒരു മേ ബി ഒരു മിഡിൽ ഏജ്ഡ് എബോ ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും വരുന്നത്. നിങ്ങൾ ഡൈസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയും ഭാഗം കറുക്കാൻ തുടങ്ങും കുറച്ചു കാലം. ഇത് നമ്മുടെ ഡൈ നിങ്ങൾക്ക് അലർജി ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ ഒരു കോസ്മെറ്റോളജിസ്റ്റിനെ, എസ്തെറ്റീഷ്യനെ കണ്ടിട്ട് നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ ഡൈസോ ഹെയർ കളേഴ്സോ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇത്
ഇതുള്ളത് കൊണ്ട് നമ്മൾ ഈ ക്രീംസോ സിറംസോ യൂസ് ചെയ്ത് കംപ്ലീറ്റ്ലി മാറില്ല. കാരണം നിങ്ങൾ വീണ്ടും ഹെയർ ഡൈ ചെയ്തുകൊണ്ടിരിക്കും, ഈ ഫാക്ടേഴ്സ് വീണ്ടും കറുപ്പ് വന്നുകൊണ്ടിരിക്കും. ഡൈ കാരണമല്ല, ഡൈയിലുള്ള ഏതെങ്കിലും എലിമെന്റ് നിങ്ങൾക്ക് ഇറിറ്റേഷൻ തരുന്നതുകൊണ്ടായിരിക്കും ഈ ഒരു കറുപ്പ് വരുന്നത്. നിങ്ങൾ അതില്ലാത്ത വേറെ ഡൈ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അത് വരാനും പോകുന്നില്ല. അപ്പൊ അതുകൂടെ ഞാൻ പറയാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഒരുപാട് പേർക്കും ഡൈ കാരണം ഇവിടെയൊക്കെ കറക്കാൻ തുടങ്ങും. അത് നമ്മൾ മെലാസ്മയായിട്ട് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അത് മെലാസ്മയിൽ അലർജി കാരണം ഉണ്ടാവുന്ന കറുപ്പാണ്. ഇനി നമ്മുടെ ബോഡിയിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുമ്പോൾ നമുക്ക് കെമിക്കൽ പീൽ യൂസ് ചെയ്യാൻ പറ്റും. ബേസിക്കലി നമുക്ക് ബോഡിയിൽ എവിടെ വേണമെങ്കിലും കെമിക്കൽ പീൽ യൂസ് ചെയ്യാം, നോ ഇഷ്യൂസ്. ആ ഒരു 30% ഒക്കെ ആണെങ്കിൽ അണ്ടർ ആം ഏരിയയിൽ യൂസ് ചെയ്യേണ്ട, കാരണം നമുക്ക് റോൾസ് മതി. ബാക്കി നിങ്ങളുടെ എൽബോയില്, നീസില്, നമ്മുടെ ബാക്ക് ഇൻ ദ സെൻസ് നമ്മുടെ മുതുകത്തിന്റെ ബാക്കില്, പ്രൈവറ്റ് ബട്ടിന്റെ അവിടെ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. കംപ്ലീറ്റ്ലി പ്രൈവറ്റ് ഏരിയയിലോട്ട് പോകരുത്. ബാക്കി എല്ലാ സ്ഥലത്തും നമുക്ക് കെമിക്കൽ പീൽ യൂസ് ചെയ്യാം, നോ ഇഷ്യൂസ്. പക്ഷെ എപ്പോഴും പ്രൈവറ്റ് ഏരിയ കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. പ്രൈവറ്റ് ഏരിയയിലോട്ട് കെമിക്കൽ പീൽ യൂസ് ചെയ്യാനേ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. മാത്രമല്ല, നിങ്ങൾ കെമിക്കൽ പീൽ ചെയ്തിട്ട് നിങ്ങൾ പിറ്റേന്ന് സൺ എക്സ്പോഷർ കൊടുക്കുന്നതിന് മുന്നേ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ കെമിക്കൽ പീൽ ചെയ്തതിന് ശേഷം ബോഡി മോയിസ്ചറൈസർ യൂസ് ചെയ്യാൻ മറക്കരുത്. വീക്കിലി വൺസ് മാത്രമേ കെമിക്കൽ പീലും അറ്റ്ലീസ്റ്റ് നമ്മുടെ ബോഡിയിൽ ചെയ്യാനും പാടുള്ളൂ. പിന്നെ ഒരുപാട് ആക്റ്റീവ് ആക്നേസ് ബേക്കിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കെമിക്കൽ പീൽ ചെയ്യാത്തതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ബോഡി പിഗ്മെന്റേഷനെ പറ്റിയിട്ടാണ്. ഫുൾ ബോഡിയിൽ പറഞ്ഞിട്ട്, അണ്ടർആം പറഞ്ഞിട്ടുണ്ട്, പ്രൈവറ്റ് ഏരിയയിലൊക്കെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നവർ. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.